കോഴിക്കോട് NITയിൽ സംഘർഷം. സമരം ചെയ്യുന്ന തൊഴിലാളികളും പുതുതായി ജോലിക്ക് ഇന്റർവ്യൂവിന് വന്നവരുമായി ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. സമരസമിതിയുടെ 2 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളും മേഘ മാധവൻ ചേരുന്നു. മേഘ, ഈ സമരം ചെയ്യുന്നവർ ആണ് ഈ ഇന്റർവ്യൂവിനെത്തിയവരെ തടഞ്ഞത്, അതാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? സിജു, കോഴിക്കോട് NITയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി തൊഴിലാളികളുടെ സമരം തുടരുകയാണ്. നിലവിലുള്ള തൊഴിലാളികളെ ഒന്നടങ്കം പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നിലവിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. CPM ഉൾപ്പെടെ ഇന്നലെ ഈ NITയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഈ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇന്ന് രാവിലെയോടെയാണ് പുതുതായി ഇന്റർവ്യൂവിലെത്തിയ ആളുകളെ ഈ സമരക്കാർ തടഞ്ഞത്. ഈ പിരിച്ചുവിട്ടവർക്ക് പകരം ആളുകളെ നിയമിക്കാനാണോ ഇന്ന് ഇന്റർവ്യൂ നടത്തിയത്? അതായത് ഈ NITയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ 170ഓളം സെക്യൂരിറ്റി ജീവനക്കാരെയും 13ഓളം ഡ്രൈവർമാരെയും 170ഓളം സാനിറ്റേഷൻ തൊഴിലാളികളുമാണ് ഉണ്ടായിരുന്നത്. ഇവരെ പൂർണ്ണമായും പിരിച്ചു വിട്ടുകൊണ്ട് പുതിയ തൊഴിലാളികളെ നിയമിക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തത്. ആ ഒഴിവിലേക്കാണ് ഇന്ന് പുതുതായി ആളുകൾ ഇവരെ പിരിച്ചുവിട്ടതിന് എന്താണ് കാരണമായി NIT അധികൃതർ പറയുന്നത്? സാധാരണ അതായത് ഒരു പുതിയ ഇത് കരാർ കമ്പനിക്കാണ് നൽകുക. ഈ കരാർ കമ്പനി ഏറ്റെടുത്താലും പഴയ സ്റ്റാഫുകളെയൊക്കെ തന്നെയും തൊഴിലാളികളെ നിലനിർത്തുകയാണ് പതിവുണ്ടായിരുന്നത്. 60 വയസ്സിൽ പ്രായം കൂടുതലുള്ള ആളുകൾ പിരിഞ്ഞു പോവുക, ബാക്കിയുള്ള ആളുകളെ തുടരാൻ അനുവദിക്കുകയാണ് കാലാകാലങ്ങളായി ചെയ്തിരുന്നത്. എന്നാൽ പുതിയ കരാർ കമ്പനി ഏറ്റെടുത്തിട്ടും അത് ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഈ കൂട്ടത്തോടെ ആളുകളെ പിരിച്ചുവിടുന്ന നിലയിലേക്ക് പോയത്. അതിന് പിന്നാലെ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവിടെ ഇന്ന് ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു. ഇതാണ് സംഘർഷത്തിലേക്ക് മാറിയത്. അതിന് പിന്നാലെ സംയുക്ത സമരസമിതിയിലെ 2 പ്രവർത്തകരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇവിടെ NITക്ക് മുമ്പ് സമരം തുടരുകയാണ്. ഈ സമരത്തെ തുടർന്ന് NITയിലെ ക്യാന്റീന്റെ പ്രവർത്തനം കഴിഞ്ഞ 2 ദിവസമായി പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ശരി, മേഘ മാധവനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് NITയിൽ സംഘർഷം. പിരിച്ചുവിട്ട തൊഴിലാളികളും ഇന്റർവ്യൂവിനെത്തിയ പുതിയ ജീവനക്കാരും ഇന്റർവ്യൂവിനെത്തിയവരും തമ്മിലുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. വിവരങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.